ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, അതിന് മുന്നേ ആരും ഞാൻ വെൽക്കം ചെയ്തില്ലല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മാസത്തെ പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ നിന്ന് ഉത്സവമാണ്. അതായത് മാർച്ചിലായിരുന്നു ഉത്സവം. ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട്. അപ്പോഴന്നത്തെ ഉത്സവ ദിവസം അന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. അപ്പോൾ അന്നേ ദിവസം തന്നെ ഞാൻ വിളക്കെടുത്ത ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അന്നേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നേരെ ചൊവ്വ എടുത്തിടണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാരണം സമയം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ സമയം എടുത്തൊക്കെ തന്നെയാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഞാനല്ല, അമ്മ തന്നെയാണ് എല്ലാം പാക്ക് ചെയ്തത്. അതേ നമുക്ക് പൊങ്കാലിടാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം അമ്മ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ റെഡിയായി, എനിക്ക് റെഡിയായി ഇറങ്ങണമായിരുന്നു. ആ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഷോർട്സ് ആക്കിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോയിൽ അതൊന്നും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ റെഡിയായി. ഹെയർ രാവിലെ തന്നെ കുളിച്ചുകൊണ്ട് തന്നെ ഉണങ്ങാൻ നല്ല പാടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹെയർ നല്ല തിന്നാണ്, അതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയർ ഉണങ്ങി. ഇതുപോലൊരു കമ്മലൊക്കെ എടുത്തിട്ട് മുടി ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു ക്ലിപ്പ് പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സാട്ടോ ഇട്ടത്. ഞാൻ എൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അമ്പലത്തിൽ അന്നേരം ചെണ്ടമേളോ അതുപോലെ തന്നെ പാട്ടൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് അമ്മ എന്ന് പറഞ്ഞാൽ പോവാം, എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, നമുക്കിനി അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഞാനും ഉണ്ട്, അതുപോലെ നമ്മുടെ ആശിക്കുട്ടനില്ലേ, അവൻ്റെ അമ്മയും പൊങ്കാല ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പൊങ്കാല ഇടാനായിട്ട് എല്ലാം സെറ്റാക്കി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. എന്നാലും കുഴപ്പമില്ല, പൊങ്കാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത് തന്നെയുള്ള കുറേ ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൊങ്കാല ഇടുവാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ അതായത് ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷമുള്ള എൻ്റെ 4ാമത്തെ പൊങ്കാലയാണ് കേട്ടോ. 1 2 3 4, അതെ 4ാമത്തെ പൊങ്കാലയാണ്. ഉത്സവത്തിന് അതിപ്പോൾ 3ാമത്തെ വട്ടമാണ്. അല്ലാതെ ഇടയ്ക്കൊരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് ഈ ക്ഷേത്രത്തിലാണ്. അങ്ങനെ പൊങ്കാല പായസമൊക്കെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ പൊങ്കാലയെല്ലാം അടച്ചു വെച്ചു. ഞാൻ പാൽപ്പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ല, പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നത്, സോറി. അങ്ങനെ വെയിലായിരുന്നു. ഇടയ്ക്ക് വെയിലായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെയിലടിച്ച് ഒരു പരിവായി. പിന്നെ അതിനുശേഷം നമുക്ക് രാവിലെ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും അങ്ങനെ, എല്ലാ ദിവസവും മീൻസ് പൊങ്കാല ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി. പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഗേറ്റിന് പുറത്ത് കുറച്ച് കരിയിലൊക്കെ തൂത്ത് വൃത്തിയാക്കണമെന്ന്. കാരണം വൈകുന്നേരം വിളക്കൊക്കെ പോകണതല്ലേ. അപ്പോൾ വിചാരിക്കുക അല്ലാത്തപ്പോൾ തൂക്കാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആക്കി ഇടുവാണ്. വിളക്കും കാര്യങ്ങളൊക്കെ പോകണോണ്ട് തന്നെ നമ്മളിവിടെ വിളക്ക് കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കുക്കും ആശയും കൂടി പോയിട്ട് മൊത്തവും ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. മതിലിനോട് ചേർന്നൊരു ബദാമിന്റെ മരം നിൽക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇല പൊഴിയുന്നത് തന്നെ. അങ്ങനെ അവിടെ ഫുള്ള് ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ സദ്യ കഴിക്കാനായിട്ട് പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഇനി വിളക്കെടുക്കാനായിട്ട് പോകേണ്ടത്. അപ്പൊ അന്നേ ദിവസം വിളക്കെടുക്കാൻ പോയതും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ അന്ന് തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കാരണം ഒരു മാസം പിറകിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.